നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 769 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഒന്നാം സ്ഥാനം നേടി. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വലപ്പാട് സ്വദേശിയും വധശ്രമ കേസിലെ പ്രതിയുമായ സ്റ്റേഷൻ റൌഡി അജീഷ് പിടിയിൽ. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച LDF ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 769 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ഒന്നാം സ്ഥാനം നേടി. 535 പോയിന്റോടെ കഴിമ്പ്രം EPMS SNDP ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും 445 പോയിന്റ് നേടി എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. 2 ദിവസങ്ങളിലായി എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിന് സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുടൻ സമ്മാനദാനം നിർവഹിച്ചു. മതിലകം BPC NC പ്രശാന്ത്, എടത്തിരുത്തി സെന്റ് ആൻസ് UP സ്കൂൾ PTA പ്രസിഡന്റ് സിജോ ആലപ്പാട്ട്, പ്രധാനാധ്യാപിക സിസ്റ്റർ റമി, RCUP സ്കൂൾ മാനേജർ ഫാദർ ജോഷി പാലിയക്കര, വികസന സമിതി ട്രഷറർ TV വിനോദ്, CK ബിജോയ്, MA സാദിഖ്, ശ്രീജ മൗസ്മി, വിവിധ ക്ലബ് കൺവീനർമാരായ ഹെൻസിംഗ്, KV ലീന, ഗിരീഷ് സുകുമാരൻ, രാം നവാസ്, ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവൃത്തി പരിചയം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നീ മേളകളാണ് 2 ദിനങ്ങളിലായി നടന്നത്. ശാസ്ത്ര പുരോഗതി ഇല്ലാതെ ഒരിഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം, ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളതെല്ലാം ഇപ്പൊ നമുക്ക് ദുരിതമായിട്ട് തോന്നാം ചില കാര്യങ്ങളിൽ. ആ കാര്യങ്ങള് കൃഷിയിൽ നമ്മൾ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമാണ്. ഇന്ന് നേടുന്ന ലോകത്ത് മുഴുവനും ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ടാണ്. വിത്തുൽപാദനം ഉൾപ്പെടെ, യന്ത്രവൽക്കരണം ഉൾപ്പെടെ, ഞാറുനടലും കിളക്കുന്നതും എല്ലാം ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. മരുന്നുകൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ശാസ്ത്ര പുരോഗതി, പഴയ ആരോഗ്യരംഗമല്ല. ഇപ്പോൾ വൈദ്യുതി കൊടുക്കുന്ന ഏതെങ്കിലും ചെടിയുടെ ചാറ് കുടിക്കുന്നതല്ല ശാസ്ത്ര പുരോഗതിയിലൂടെ ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. സ്കാനും എക്സ്റേയും ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള മിഷനറികൾ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ട് വന്നു. മരുന്നുകൾ ഗുരുതരമായ രോഗത്തിനുൾപ്പെടെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ആരോഗ്യരംഗം ഇന്ന് ലോകത്ത് ശാസ്ത്രത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വലപ്പാട് സ്വദേശിയും വധശ്രമ കേസിലെ പ്രതിയുമായ സ്റ്റേഷൻ റൌഡി അജീഷ് പിടിയിൽ. തിയേറ്ററിൽ സിനിമ കണ്ട് ബൈക്കുകളിൽ വരികയായിരുന്ന വലപ്പാട് ബിഗ് സ്വദേശി പള്ളത്തെ വീട്ടിൽ 25 വയസ്സുള്ള ആദർശ് എന്നയാളെയും സുഹൃത്തുക്കളെയും തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ വലപ്പാട് സ്വദേശി തേർപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള അജീഷ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച LDF ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പുരാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഷൈൻ നെടിയിരിപ്പിൽ സ്വാഗതവും കൃഷ്ണനുണ്ണി നന്ദിയും പറഞ്ഞു. EP ഹരീഷ് മാസ്റ്റർ, TG രതീഷ്, AK ചന്ദ്രശേഖരൻ, കൃഷ്ണദത്ത്, ലാൽ ഊണുങ്ങൽ, NS ഉണ്ണിമോൻ, അരുണഗിരി, ഗോകുൽ കരിപ്പള്ളി, സുനിൽ ദത്ത്, ഷാജി അലുങ്ങൽ, ഷാജി പുളിക്കൽ, രശ്മി ഷിജോ, ഭഗിനി സുനിൽ, നിഷ പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സ്വസ്ഥമായി തെരുവിലൂടെ യാത്ര നടക്കാമെന്നും സ്വസ്ഥമായി വീടുകളിൽ കിടന്നുറങ്ങാമെന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. കാരണം
ഇത് രാഷ്ട്രീയ വിഷയത്തെക്കാൾ ഉപരി ഞങ്ങളുടെ സംസ്കാരമാണ്, ഞങ്ങളുടെ ആചാരമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ ഹിന്ദുക്കളുടെ നെഞ്ചിലാണ് കുത്തിയത് പിണറായി വിജയ. കരുവന്നൂർ ബാങ്ക് കട്ട പോലെയല്ല, അഴിമതി നടത്തുന്നത് പോലെയല്ല. ഞങ്ങളുടെ ഭഗവാന്റെ സ്വത്താണ് നിങ്ങൾ കട്ടെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഭഗവാന്റെ സ്വർണമാണ് നിങ്ങൾ കട്ടെടുത്തിട്ടുള്ളത്. ഇത് ഒരു പാവപ്പെട്ടവൻ ഒരു പിടി ഭക്ഷണം കഴിക്കുന്നത് പോലും കുറച്ചുകൊണ്ട് കാണിക്കയിടുന്ന പണമാണ് പിണറായി വിജയ. അത് നിങ്ങൾ മറക്കരുത്. ചെമ്പട തന്നെ, ചെമ്പട തന്നെ, പിണറായിയുടെ ചെമ്പട തന്നെ. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന CPM BJP കൂട്ടുകെട്ട് ഭരണത്തിൽ അഴിമതി മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ എന്ന് മുൻ DCC പ്രസിഡന്റും ex-MLA-യുമായ MP വിൻസെന്റ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം K ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. K കബീർ സ്വാഗതവും ബിന്ദു പ്രദീപ് നന്ദിയും പറഞ്ഞു. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, അഡ്വക്കേറ്റ് സുനിൽ ലാലു, P വിനു, AN സിദ്ധപ്രസാദ്, TV ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ശ്രീദേവി മാധവൻ, KR ദാസൻ, റസീന ഖാലിദ്, ജയ സത്യൻ, രഹന ബിനീഷ്, KK സിദ്ദിഖ്, PH മുഹമ്മദ്, KK ഇബ്രാഹിം, KK കബീർ, PA സലീം, ഹനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ ഇടതുപക്ഷം ഭരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇത് തന്നെയാണ്. മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനുകളായാലും കണ്ടതെല്ലാം കെട്ടിപ്പറുക്കി സ്വന്തം വീട്ടിലേക്കും നാട്ടിലേക്കും ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും വൃത്തികെട്ട ഭരണമാണ് നടക്കുന്നത്. ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ ഭരണം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? മണ്ണെടുത്ത് വെച്ചു, വെള്ളം കറങ്ങി, ഇവിടെ മുഴുവൻ ആളുകൾക്കും അപകടകരമായ അവസ്ഥയുണ്ടാക്കി, പോലീസുകാർ തമ്മിൽ കരയിച്ച് കാശ് മേടിച്ച് കഥകൾ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് ഭഗവാന്റെ സ്വർണം വരെ കട്ടുമുടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ, അത് CPM-നല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താൻ കഴിയാത്ത വൃത്തികേടാണ്. 1,08,00,000-ലധികം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച ലുക്കൌട്ട് സർക്കുലർ പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ നിന്നുമുള്ള നിരവധി യുവാക്കളെ സ്വാധീനിച്ച് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുകയും ഈ അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ചതി ചെയ്ത് തട്ടിയെടുത്ത കോടിക്കണക്കിന് പണം ATM കാർഡ്, ചെക്ക് എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കുകയും ചെയ്യുകയും ഇത് ക്രിപ്റ്റോ കറൻസിയായി ചൈന, കംബോഡിയ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രധാന പ്രതിയായ കോഴിക്കോട് കരിവിശ്ശേരി മാളിക്കടവ് സ്വദേശി അജ്സൽ 24 വയസ്സ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം ഒക്ടോബർ 9 രാവിലെ 11 മണിക്ക് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 75 ലക്ഷം രൂപ ചെലവഴിച്ച് 2400 സ്ക്വയർ ഫീറ്റിലാണ് ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിക്കും. മുൻ രാജ്യസഭാ അംഗം ബിനോയ് വിശ്വം, മുൻ മന്ത്രി KP രാജേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 2021 ശോചനീയാവസ്ഥയിലായിരുന്ന സ്കൂളിനെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ സ്കൂളിൽ നേരിട്ടെത്തി ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ഇടപെടൽ നടത്തി. താൻ പഠിച്ച സർക്കാർ വിദ്യാലയം മുൻപന്തിയിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് KP രാജേന്ദ്രൻ അന്നത്തെ രാജ്യസഭാ അംഗമായിരുന്ന ബിനോയ് വിശ്വത്തിനെ സമീപിക്കുകയും MP-യുമായി ചർച്ച നടത്തുകയും ചെയ്തതിനെ തുടർന്ന് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 75 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. സ്കൂളിന്റെ കിഴക്ക് ഭാഗത്ത് CC മുകുന്ദൻ MLA-യുടെ 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ അവസാനഘട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന അധ്യാപിക CV സീന, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് AB ബാബു, MPTA പ്രസിഡന്റ് ജൂലി ജോസഫ്, OSA കൺവീനർ KV രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി
മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്പയാർ യൂണിറ്റ് വലപ്പാട് ഓഫീസിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ തൊഴിലാളികൾക്കായി മലമ്പനി, മന്ത്, കുഷ്ഠരോഗ പരിശോധന എന്നിവ നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വിആർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ എ, തൃശൂർ മൈഗ്രന്റ് യൂണിറ്റിൽ നിന്നുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിദുല, KHR യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് എയർ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, CS ഗ്രീഷ്മ KR, നഹമിയ ഡെന്നി, ലാബ് ടെക്നീഷ്യൻ റെജിന PR, MLSP നഴ്സ് റിയ രാമൻ, KHR പ്രതിനിധികളായ ബഷീർ PA, അഷ്റഫ് PA, റഹ്മത്ത് ബാബു എന്നിവർ പങ്കെടുത്തു. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവിന് ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ജീവൻ നഷ്ടമായി. ചാലക്കുടി മാരാങ്കോട് സ്വദേശി 26 വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത്. മുംബൈ എറണാകുളം ഓഗ എക്സ്പ്രസിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തൃശൂരിലേക്ക് വരുന്നതിനിടെ ഷൊർണൂർ പിന്നിട്ടപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ട ശ്രീജിത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ TTEയെ അറിയിച്ചുവെങ്കിലും സമീപത്തെ വെള്ളത്തോർ നഗർ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയില്ല. തുടർന്ന് ശ്രീജിത്തിനെ മുളങ്ങന്നത്തുകാവ് സ്റ്റേഷനിൽ ഇറക്കിയെങ്കിലും ആംബുലൻസ് ലഭിക്കാതിരുന്നതിനാൽ അരമണിക്കൂർ നേരം പ്ലാറ്റ്ഫോമിൽ കിടത്തി. പിന്നീട് ലഭിച്ച ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരണപ്പെടുകയായിരുന്നു. യുവാവിന്റെ മരണത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മരിച്ച ശ്രീജിത്തിന്റെ പ്രതിശ്രുത വധു റെയിൽവേ പോലീസിന് പരാതി നൽകി. കാലടി പ്ലാന്റേഷനിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകി. ചൊവ്വാഴ്ച രാവിലെയാണ് ആനയെ വെടിവെച്ച് നിർത്തി ചികിത്സ നൽകിയത്. കന്നിമംഗലം എണ്ണപ്പനത്തോട്ടത്തിൽ 40 അംഗ സംഘമാണ് 20 വയസ്സുള്ള ആനയെ ചികിത്സിച്ചത്. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഡോക്ടർ ബിനോയ് C ബാബു, ഡോക്ടർ OV മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം 19-നായിരുന്നു അതിരപ്പള്ളി റേഞ്ചിൽ എരുമത്തടം റബ്ബർ തോട്ടത്തിൽ നേരത്തെ മയക്കുവെടിവെച്ച് ആനയെ പിടികൂടി ചികിത്സിച്ചത്. ചൊവ്വന്നൂരിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. പെരുമ്പിലാവ് ആൽത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി 34 വയസ്സുള്ള ശിവയാണ് കൊല്ലപ്പെട്ടത്. മകൻ മൃതദേഹം തിരിച്ചറിഞ്ഞു. ശനിയാഴ്ച വൈകിട്ടാണ് പ്രതി സണ്ണി താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ കൊലപാതകം നടന്നത്. സ്വവർഗരതിക്കിടെയുണ്ടായതാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ കേസിലെ പിടികിട്ട പുള്ളിയെ മധ്യപ്രദേശിൽ നിന്നും കാട്ടൂർ പോലീസ് പിടികൂടി. മധ്യപ്രദേശ് സ്വദേശി രാജേഷ് ധ്രുവയെയാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. 2018 ജൂലൈ 12-ന് പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയായ അതിജീവിതയെ കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയ കേസിലാണ് അറസ്റ്റ്. കാണാതായ കുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ നിന്നും കണ്ടെത്തി. വട്ടേക്കാട് സ്വദേശി കണ്ടകശ്ശേരി വീട്ടിൽ സുബൈറിന്റെ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസ്ലാമാണ് മരിച്ചത്. ഒരുമനയൂർ തെക്കേത്തലക്കൽ ജുമാഅത്ത് പള്ളിയുടെ കുളത്തിലാണ് മൃതദേഹം കണ്ടത്. സുഹൃത്തുമായി പള്ളിക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു റസൽ. ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. സൈബർ പരിശോധനയിൽ കുട്ടിയുടെ മൊബൈൽ ഫോൺ ചുള്ളിപ്പാടം പരിസരത്തെ ടവർ ലൊക്കേഷനിൽ കണ്ടെത്തി. തുടർന്ന് പോലീസും നാട്ടുകാരും പ്രദേശത്ത് തിരച്ചിൽ നടത്തി. പള്ളിക്കുളത്തിന് സമീപം ചെരുപ്പും മൊബൈൽ ഫോണും വസ്ത്രങ്ങളും കണ്ടതിനെ തുടർന്ന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. റസലും കൂട്ടുകാരനും കുളിക്കാൻ വരുന്നതും കൂട്ടുകാരൻ പിന്നീട് ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് കുളത്തിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടയിൽ റസൽ മുങ്ങിത്താഴുകയായിരുന്നു. ഇത് കണ്ട് കൂട്ടുകാരൻ ഭയന്ന് ഓടിപ്പോയി. വിവരം ആരെയും അറിയിച്ചില്ല. മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടെത്തിയ മൃതദേഹം തൃശൂർ പേരാമംഗലം സ്വദേശിയുടേത്. ചൊവ്വാഴ്ച രാവിലെ മാഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ വഴിവന്ധ്യ മരിക്കുകയായിരുന്നു. പേരാമംഗലം കുനൂർ നെടിയടത്ത് വീട്ടിൽ 38 വയസ്സുള്ള രാകേഷാണ് മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മുണ്ടൂരിൽ അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യം ശക്തം. നിയമം പാലിക്കാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തിയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. നവംബർ 3, 4, 5, 6 തീയതികളിൽ വലപ്പാട് ഉപജില്ല സ്കൂൾ കലോത്സവം നടക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഏങ്ങണ്ടിയൂർ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ല ഓഫീസർ KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ KB സുരേഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ പുരുഷോത്തമൻ, ഉഷ സുകുമാരൻ, ബാബു ചെമ്പൻ, ശിവദാസ് KR, KS ഹർഷവർദ്ധൻ, സുമയ്യ,
സിദ്ദിഖ്, സ്കൂൾ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട്, വാടാനപ്പള്ളി SI CU മുഹമ്മദ് റാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ വികസന സമിതി അംഗങ്ങളായ AA ജാഫർ, CK ബിച്ചോയ്, MA സാദിഖ്, TV വിനോദ്, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബെസ്സി CC, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ കലോത്സവം ജോയിന്റ് കൺവീനറും സെന്റ് തോമസ് HSHM സോജൻ PK നന്ദി പറഞ്ഞു. വിവിധ സബ് കമ്മിറ്റികളുടെ മീറ്റിംഗും ഉണ്ടായിരുന്നു. എനിക്കേറെ സന്തോഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ കലോത്സവ പരിപാടി നമുക്കായിട്ട് ഇവിടെ നടത്തി തീർക്കാൻ കഴിഞ്ഞു എന്നതിലേറെ സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കലോത്സവത്തെ വളരെ മനോഹരമാക്കി തീർക്കാനുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതിനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 769 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ 1ാം സ്ഥാനം നേടി. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വലപ്പാട് സ്വദേശിയും വധശ്രമ കേസിലെ പ്രതിയുമായ സ്റ്റേഷൻ റൌഡി അജീഷ് പിടിയിൽ. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച LDF ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.